കഴിഞ്ഞ ദിവസം വായിച്ചൊരു വാർത്ത, എക്കണോമിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ സ്കാൻഡിനേവിയാണ് കേരളം. അസ്വസ്ഥപ്പെടാതെ അസ്വസ്ഥപ്പെടുന്ന എന്തിനാ? അല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് സ്റ്റാൻഡേർഡുള്ള കേരളം വിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തിനാ ചികിത്സക്ക് അമേരിക്കയിൽ പോകുന്നത്? അതെ എനിക്ക് മനസ്സിലാവും. അതല്ല ഉദ്ദേശം. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യ മേഖലയെ നിങ്ങൾ അപമാനിക്കില്ല ഈ അമേരിക്ക ചികിത്സക്ക് പോകുമ്പോൾ? ഒരിക്കലും അല്ല. കാരണം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒന്ന് വരണം. തീർച്ചയായിട്ടും വരാം. ഞാൻ എത്രയോ തവണ വന്നിട്ടുണ്ട്. ഇനി വരാം, ഒരു കുഴപ്പമില്ല. അത് സ്കാൻഡിനേവിയ ആണെങ്കിൽ സ്കാൻഡിനേവിയ എന്തായിരിക്കും എനിക്ക് പേടിയുണ്ട്. അപ്പൊ വിധി ചേച്ചി എന്നോട് പറഞ്ഞത്, വിധി ചേച്ചിയുടെ സഹോദരി ആൽവി, അവർ ജർമ്മനിയിലാണ്. അവര് പെട്ടെന്ന് ബാത്റൂമിൽ ഒന്ന് തല കറങ്ങി വീണ് തല ഇടിച്ച് അൺകോൺഷ്യസ് ആയി. അവരെ പെട്ടെന്ന് റൂമിലേക്ക് കൊണ്ടുവന്ന് ഹസ്ബൻഡ് ജർമ്മനിയിലെ മെഡിക്കൽ കെയറിൽ വിളിച്ചപ്പം അൺകോൺഷ്യസ് ആയിട്ട് ന്യൂറോ പ്രശ്നം ആയിരിക്കണമല്ലോ. അവരെ ഉടനെ അവിടുന്ന് അവർക്ക് കൊടുത്ത ഡേറ്റ് 3 ആഴ്ച കഴിഞ്ഞുള്ള അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ആണ് കൊടുത്തത്. എന്നിട്ട് അതാണ് ലോകത്തെ നമ്മൾ വളരെ വികസിത രാജ്യമെന്ന് പറയുന്ന രാജ്യങ്ങളിലെ മെഡിക്കൽ കെയർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ പൊതുജനാരോഗ്യം രാഷ്ട്രീയ തിമിരത്തിന്റെ പേരിൽ ഇങ്ങനെ എതിർക്കരുത്. ഞാൻ ചോദിക്കുന്നത് അതല്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പം ആര് ഭരിച്ചാലും നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി അപ്പം തന്നെ ചികിത്സിക്കും. അതല്ലാതെ അപ്പം തന്നെ ചികിത്സിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ ഡോക്ടർമാരുണ്ട്. പണ്ട് കുറിപ്പെഴുതി കൊടുക്കും, അത് മരുന്നാക്കി ഇപ്പൊ കയ്യിലേക്ക് കൊടുക്കാൻ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് കഴിയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, അമേരിക്കയിൽ പോലും 5.6 ആണ്, കേരളത്തിൽ 5 ആണ് ശിശുമരണ നിരക്ക്. നിങ്ങളുടെ നീതി ആയോഗിന്റെ കണക്കെടുത്ത് നോക്കൂ. വെറുതെ അങ്ങ് പറയാതെ. ഞാൻ അമേരിക്കയിൽ നിന്ന് കേരളത്തിൽ, കാരണം നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ ആരോഗ്യ മേഖല കൊള്ളുകയില്ലാത്തോണ്ട് അമേരിക്കയിൽ പോയത്. ഓരോ അസുഖങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട അസുഖം. അല്ല, താങ്കൾ ഇത്തരം ചോദ്യങ്ങൾ വ്യക്തിഹത്യ നടത്തുന്ന ഒരു രീതി താങ്കൾ സ്വീകരിക്കുന്നത് നിർത്തി അവമാനിക്കുവാണെന്ന്. ഇവിടെ ചികിത്സയില്ലാത്ത അദ്ദേഹത്തിന്റെ അസുഖം നമുക്ക് അറിയാൻ വേണ്ടിയാണ് ഇന്ത്യ കേരള സംസ്ഥാനത്ത് ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യൻ പോലും ചിലപ്പോൾ ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ കഴിയുന്ന ഇടങ്ങളിലേക്ക് പോകുന്നതിൽ എന്താ തെറ്റ്? ഈ നാടിന്റെ മുഖ്യമന്ത്രി ഏറ്റവും മികച്ച ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി പോകുന്നതിൽ ഒരു തെറ്റില്ല. പക്ഷെ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളെല്ലാം നേരിടാന്നല്ല നിങ്ങൾ പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഒരിക്കലല്ല. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഹോസ്പിറ്റൽ ആക്സസിബിലിറ്റി ഉണ്ടോ? ഹോസ്പിറ്റലിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഹോസ്പിറ്റലിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ഇത് വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ഇതെല്ലാം ഉണ്ടായിട്ട് താങ്കൾ ഇങ്ങനെ ഒരു തർക്കത്തിന് വേണ്ടി എന്ത് ആരോപണം പറയുക എന്നുള്ള ഒരു രീതി സ്വീകരിക്കുന്നത് ദുഃഖകരമാണ് കേട്ടോ. താങ്കൾ ഇങ്ങനെ പറയാൻ പാടില്ല. പോലീസ് എല്ലാ കാലത്തും യുവജന സമരങ്ങളോട് അല്ലെങ്കിൽ വിദ്യാർത്ഥി സമരങ്ങളോട് മാന്യമായി തന്നെ ഇടപെടണം എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. അതിലൊന്നും തർക്കമില്ല. പിന്നെ മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷാ ഇടപെടൽ ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് വിരോധം ഉണ്ടെന്ന് മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. പഞ്ചായത്തിലെ ഓരോ വീട് ഞാൻ അടിച്ചു പെറുക്കി. എനിക്ക് മനസ്സിലായി. പഴയ ഗുണ്ടയായ പിണറായി വിജയൻ പറയാണ് അടിച്ചോളാൻ മുഖ്യമന്ത്രിയുടെ മാന്യതയിൽ പറഞ്ഞു. ഒരു വേദി വന്ന് കൊലപാതക കേസിൽ എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി.